എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് KSRൻ്റെ മറ്റൊരു എപ്പിസോഡാണ് എടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണിത്, ജോയിനിങ് ടൈം. 3 എപ്പിസോഡുകൾ ഇപ്പോൾ KSRൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എടുത്തു കഴിഞ്ഞു. അത് ആദ്യ ചാപ്റ്റേഴ്സാണ്. ചാപ്റ്റർ 1 to 3 ഒക്കെയാണ് നമ്മൾ എടുത്തത്. ചില സംശയങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. ഹയറിനുള്ള ക്വസ്റ്റ്യൻസ് കൂടി തരുമോ എന്ന് ചോദിച്ചു. ഈ KSR മാത്രമല്ല, ഞാൻ ഇതേവരെ എടുത്ത അക്കൗണ്ട് കോഡും ബഡ്ജറ്റ് മാനുവലും എല്ലാം എടുക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും അക്കൗണ്ട് ടെസ്റ്റ്, ലോവർ, ഹയർ, എക്സിക്യൂട്ടീവിന് ഒരുപോലെ ബാധകമായ രീതിയിലാണ് എടുക്കുന്നത്. കാരണം റൂൾസ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. റൂൾസ് എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കുമാണ് എന്ന് ധരിക്കുക, അല്ല ലോവറിന് വേണ്ടി മാത്രമുള്ള ക്ലാസ് ആണെന്ന് ധരിക്കരുത്. പക്ഷെ അതിനുപരി എൻ്റെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത, ഇത് നിങ്ങൾ ഔദ്യോഗികമായി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എങ്ങനെയാണ് ജോയിനിങ് ടൈമൊക്കെ നിശ്ചയിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സംശയം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത് ജോയിനിങ് ടൈം ഒരു എപ്പിസോഡായിട്ട് തന്നെ ഞാനിന്ന് എടുക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ തെളിയുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ആൾന്ന ഓപ്ഷൻ വരും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോസും തുടർച്ചയായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ജോയിനിങ് ടൈം ആണ് പ്രതിപാദിക്കുന്നത്. നോക്കാം റൂൾ എന്താണെന്ന്. ജോയിനിങ് ടൈം റൂൾ 125 തുടങ്ങുന്നത്. ജോയിനിങ് ടൈം മേ ബി ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ടു എനേബിൾ ഹിം to join a new post to which he is appointed while on duty in his old post. ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ജീവനക്കാരൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വരുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായി വരുന്ന സമയവും ആ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ ജേർണി ടൈമുമാണ് ചേർത്തിട്ടാണ് ജോയിനിങ് ടൈം. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ റൂള് പ്രാവർത്തികമാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ടു ജോയിൻ എ ന്യൂ പോസ്റ്റ് വിച്ച് ഈസ് അപ്പോയിൻറ്റഡ് വൈൽ ഓൺ ഡ്യൂട്ടി ഇൻ ഹിസ് ഓൾഡ് പോസ്റ്റ്. ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അയാളെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് കരുതുക. പുതിയൊരു പോസ്റ്റിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അയാളെ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായി അയാൾക്ക് വേണ്ടി വരുന്ന കൃത്യമായ സമയം, കാലം, എത്ര ദിവസമാണ് വേണ്ടി വരുന്നതെന്ന് നിശ്ചയിക്കുന്നതിനെയാണ് ജോയിനിങ് ടൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഒക്കേഷൻ, ജോയിനിങ് ടൈമിന് ഒരു ഉദ്യോഗസ്ഥൻ എലിജിബിൾ ആവുന്ന, അർഹനാകുന്ന മറ്റൊരു സന്ദർഭം ഇതാണ്. ടു ജോയിൻ എ ന്യൂ പോസ്റ്റ് ഓൺ റിട്ടേൺ ഫ്രം ഏൺ ലീവ്. അയാൾ ഏൺ ലീവ് ആയിരുന്നു. ആ ഏൺ ലീവിൽ നിന്ന് ഒരു പുതിയ പോസ്റ്റിലേക്ക് അയാളെ അപ്പോയിൻറ്റ് ചെയ്തെങ്കിൽ അയാൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ജോയിനിങ് ടൈമിൻ്റെ എലിജിബിലിറ്റി ഉണ്ട്. ഈ ജോയിനിങ് ടൈം എന്ന് പറയുന്നത് ശരിക്കും അത് സർവീസ് കാലയളവ് തന്നെയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഒരു ഏൺ ലീവിൽ നിന്ന് ഇരിക്കുന്ന ഒരാളിനെ മറ്റൊരു പോസ്റ്റിലേക്ക്, പുതിയ പോസ്റ്റിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്താൽ അവിടെയും ജോയിനിങ് ടൈമിന് എലിജിബിലിറ്റി ഉണ്ട്. 2, when he has not had sufficient notice of his appointment to the new post on return from leave other than that mentioned in on above, means earn leave. ഏൺ ലീവ് അല്ലാതെ മറ്റൊരു ലീവിൽ ഇരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോഴാണ് അയാൾക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടുന്നതെങ്കിൽ, സഫീഷ്യൻറ്റ് നോട്ടീസ് കിട്ടുന്നില്ല എങ്കിൽ ഹി ഈസ് എലിജിബിൾ ഫോർ ജോയിനിങ് ടൈം. അദ്ദേഹത്തിന് ജോയിനിങ് ടൈമിന് അർഹതയുണ്ട്. എന്ന് പറഞ്ഞാൽ
അപ്പോൾ ഹാഫ് വേ ലീവിലോ കമ്മ്യൂട്ടഡ് ലീവിലോ ഒക്കെ ഇരിക്കുകയാണ്, സഫീഷ്യൻറ്റ് നോട്ടീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഏൺ ലീവ് അല്ലാത്ത മറ്റൊരു ലീവിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ജോയിനിങ് ടൈമിന് അർഹതയില്ല. അപ്പോൾ സഫീഷ്യൻറ്റ് ടൈം നോട്ടീസ് ഇല്ലാതെയാണ് ആ ലീവിൽ നിന്ന് അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലും അയാൾക്ക് ജോയിനിങ് ടൈമിന് എലിജിബിലിറ്റി ഉണ്ട്, അർഹതയുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. An officer deputed for a training will be allowed the time actually required for the journey. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒരു ട്രെയിനിങ്ങിന് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. കാരണം അയാൾക്ക് ട്രെയിനിങ് കിട്ടിയാൽ അതിൻ്റെ ബെനിഫിറ്റഡ് ആവുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവോടുകൂടി അയാൾ ഒരു ട്രെയിനിങ്ങിന് വിടുകയാണെങ്കിൽ ആക്ച്വൽ ജേർണി ടൈം അയാൾക്ക് ജോയിനിങ് ടൈമായിട്ട് എടുക്കാവുന്നതാണ്. So if deputed for training will be allowed the time actually required for the journey. ജേർണിക്ക് വേണ്ടുന്ന സമയമാണ്. 2, probationers and approved probationers appointed to another service are allowed the minimum joining time. അതുപോലെ പ്രൊബേഷൻ ആരാണ്, അല്ലെങ്കിൽ ഓൺ പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പ്രൊബേഷനിൽ ഇരിക്കുന്ന ഒരാളിനെ മറ്റൊരു സർവീസിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് മിനിമം ജോയിനിങ് ടൈമിന് എലിജിബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം കൃത്യമായി ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തെത്താൻ വേണ്ടുന്ന സമയം അദ്ദേഹത്തിന് ജോയിനിങ് ടൈമായിട്ട് അവൈൽ ചെയ്യാവുന്നതാണ്. അടുത്ത ജോയിനിങ് ടൈമായിട്ട് റിലേറ്റഡ് ആയിട്ട് 126 റൂൾ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് റെസിഡൻസ് ഓഫീസിന് ആയിട്ട് റിലേറ്റഡ് ആണ്. When the appointment to a post does not necessarily involve a change of residence from one station to another, only one day is allowed to the officer in order to join the new post. അതായത് ഒരു ചേഞ്ച് ഓഫ് റെസിഡൻസ് ഇല്ല എങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ റൂൾ അനുസരിച്ച് 8 കിലോമീറ്റേഴ്സ് ഇപ്പോൾ തിരുത്തിയിട്ടുണ്ട്, 25 കിലോമീറ്റേഴ്സിനകത്ത് വേണം താമസിക്കാൻ എന്നൊക്കെയുള്ള റൂള് ഉണ്ടല്ലോ. അപ്പോൾ ഒരു പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഓഫ് റെസിഡൻസ്, അതായത് താമസ സ്ഥലം മാറ്റേണ്ടി വരുന്നില്ല എന്നുള്ള സന്ദർഭമാണെന്നുണ്ടെങ്കിൽ ജോയിനിങ് ടൈം അഡ്മിസിബിൾ ആയിട്ടുള്ളത് only 1 day ആണ്. ഒരു ദിവസമാണ് നമുക്ക് ആ കേസിൽ ജോയിനിങ് ടൈമായിട്ട്. കാരണം ഇവിടുന്ന് റിലീവ് ചെയ്തിട്ട് ഒരു ദിവസം അവൈൽ ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ പുതിയ സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്യണം. അത് ഒരു ദിവസമേ കിട്ടൂ. Then a holiday or Sunday counts as a day for the purpose of this rule. അതായത് ഇപ്പോൾ ഒരു സൺഡേയിലാണ്, ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ വെച്ചിട്ടാണ്, വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ വെച്ചിട്ടാണ് നിങ്ങളെ റിലീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഡേയ്ക്കും അർഹതയില്ല. കാരണം സൺഡേ വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡേ. അവിടെ സൺഡേ ഒരു ഡേ ആയിട്ട് കണക്കാക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിങ്കളാഴ്ച തന്നെ ചെന്ന് ജോയിൻ ചെയ്യണം. And no joining time is admissible in cases where the change of post does not involve an actual change of office. മറ്റൊരു കേസ്, പിന്നെ നിങ്ങളിരിക്കുന്ന ഓഫീസിൽ നിന്ന് ഒരു പോസ്റ്റിൽ നിന്ന് നിങ്ങൾ മറ്റൊരു പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിലുള്ള മറ്റൊരു ഓഫീസിലേക്കോ ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ഓഫ് ബിൽഡിങ് വരുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് ജോയിനിങ് ടൈമിന് അർഹത ഉണ്ടാവില്ല. Then 126A joining time and holiday. When holiday follows joining time, the normal joining time is extended to cover the holiday. ഇപ്പോൾ നമ്മൾ ജോയിനിങ് ടൈം കണക്കാക്കുമ്പോൾ 10-ാം തീയതിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു എന്ന് സങ്കല്പിക്കാം. പക്ഷേ ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് 10th ഈസ് എ ഹോളിഡേ. പക്ഷേ 10-ാം തീയതി ഒരു ഹോളിഡേ ആണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി അവൈൽ ചെയ്തിട്ട് 11-ാം തീയതി ഫോർനൂണിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അടുത്ത റൂൾ 127. ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദി മാക്സിമം ജോയിനിങ് ടൈം അലൗഡ് ഈസ് 30 days. ഏതൊക്കെ സാഹചര്യങ്ങളിലായാലും നമ്മളൊരു ഹോളിഡേ കണക്കാക്കുമ്പോൾ 10 ദിവസം 12 ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ദിവസം നമ്മൾ കണക്കാക്കാറുണ്ട് ഹോളിഡേ ഒക്കെ വരുന്നതിന് അനുസരിച്ചിട്ട്. പക്ഷേ ഇൻ വാട്ട് എവർ കണ്ടീഷൻ, ഏത് അവസ്ഥയിലായാലും മാക്സിമം ജോയിനിങ് ടൈം ഒരു ഉദ്യോഗസ്ഥന് അവൈൽ ചെയ്യാൻ പറ്റുന്നത് 30 ദിവസമേ ഉള്ളൂ എന്ന് അറിയണം. ദ പ്രിപ്പറേഷൻ ടൈം അലൗഡ് ഈസ് 6 days. ഇപ്പോൾ നമ്മളൊരു വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ TC വാങ്ങിച്ചിട്ട് പുതിയ സ്റ്റേഷനിലോട്ട് കൊണ്ട് ജോയിൻ ചെയ്യുക, ഈ വിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 6 days പ്രിപ്പറേഷൻ ടൈം തരാറുണ്ട്. ആൻഡ് ഇൻ അഡീഷൻ എ പീരീഡ് ടു കവർ ദി ആക്ച്വൽ ജേർണി ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്.
അത് കഴിഞ്ഞാൽ നമ്മൾ യാത്രാവേള എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് നോക്കുക. റെയിലിലൂടെയാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീമറിലാണെങ്കിൽ, റോഡ് മാർഗമാണെങ്കിൽ എങ്ങനെയാണെന്ന് ഈ ടേബിൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നോക്കാം. ടൈപ്പ് ഓഫ് ജേണി ബൈ എയർ ആണ് പോകുന്നതെങ്കിൽ ജോയിനിങ് ടൈം, ആക്ച്വൽ ടൈം ഓക്യുപ്പൈഡ് ഇൻ ദ ജേണി. അതായത് കൃത്യമായി ആ പ്ലെയിനിൽ പോകാൻ വേണ്ടി, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കാലിക്കറ്റ്, ട്രിവാൻഡ്രത്തു നിന്ന് കാലിക്കറ്റ് വരെ പോവുകയാണ്, പ്ലെയിനിലാണ് പോകേണ്ടി വന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ജേണി ട്രാവലിന് വേണ്ടിയിട്ട് എയർ ജേണിക്ക് എത്ര സമയം എടുത്തോ അത്രയും സമയത്തെ ആയിരിക്കും നമ്മൾ ജോയിനിങ് ടൈമായിട്ട് അല്ലെങ്കിൽ ആ ജേണി ടൈമായിട്ട് കണക്കാക്കുന്നത്. ബൈ റെയിൽ, ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ 500 കിലോമീറ്റേഴ്സിന് ഒരു ദിവസം യാത്രാ വേളയായി കണക്കാക്കും. 2 ബൈ ഓഷൻ സ്റ്റീമർ, കപ്പലിലാണ് പോകുന്നതെങ്കിൽ 350 കിലോമീറ്റേഴ്സിനാണ് നമ്മൾ ഒരു ദിവസം. ബൈ റിവർ സ്റ്റീമർ ആണെങ്കിൽ 150 കിലോമീറ്റേഴ്സിന് ഒരു ദിവസം. ബൈ മോട്ടോർ വെഹിക്കിൾസ് 150 കിലോമീറ്റർ 1 ഡേ. ദെൻ ബൈ കൺവെയൻസ് ഫ്ലൈയിങ് ഫോർ പബ്ലിക് ഹെയർ, പബ്ലിക് ഇതുണ്ട്, ട്രാൻസ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള പബ്ലിക് സിസ്റ്റത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർ എവരി 25 കിലോമീറ്റേഴ്സ് ഒരു ദിവസമാണ്. പക്ഷേ ഇവിടെ ഈ ബൈ റെയിലുള്ള ഇത്രയും മുതൽ പബ്ലിക് സിസ്റ്റം വരെ നമ്മൾ നോക്കുമ്പോൾ 1 ഡേ ഫോർ ഈച്ച് ഓർ എനി ലോങ്ങർ ടൈം ആക്ച്വലി ഓക്യുപ്പൈഡ് ഇൻ ദി ജേണി. ഇപ്പോൾ 500 കിലോമീറ്റേഴ്സിന് ഒരു ദിവസം ഞാൻ പറഞ്ഞെങ്കിലും 501 കിലോമീറ്റർ യാത്ര ചെയ്താൽ ദെൻ യു ബിക്കം എലിജിബിൾ ഫോർ 2 days. അപ്പോൾ 500 കിലോമീറ്റേഴ്സ് ഓർ എ പാർട്ട് ദെയർ ഓഫ്. അത് കഴിഞ്ഞിട്ട് അതിനെ എക്സീഡ് ചെയ്ത് വരുന്ന ഒരു കിലോമീറ്ററിന് അല്ലെങ്കിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്താലും ഒരു ദിവസം. അപ്പം 500 കഴിഞ്ഞിട്ട് വരുന്ന ഒരു പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം അവൈൽ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഓരോന്നിനും. ഇപ്പോൾ 150 കിലോമീറ്റർ ആണ്, 160 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന അതാണ് ഡിസ്റ്റൻസ് എങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തിന് എലിജിബിലിറ്റി ഉണ്ട്. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് 1 ഡേ ഫോർ ഈച്ച് 500, 350, 150 എനി ലോങ്ങർ ടൈം ആക്ച്വലി ഓക്യുപ്പൈഡ് ഇൻ ദ ജേണി. അതിനെ അധികരിച്ച് വരുന്ന ഓരോ പാർട്ടിനും ഒരു ദിവസമായിട്ട് കണക്കാക്കാവുന്നതാണ്. അടുത്തത് ട്രാവൽ ബൈ റോഡ് നോട്ട് എക്സീഡിങ് 8 കിലോമീറ്റേഴ്സ് ടു ഓർ ഫ്രം എ റെയിൽവേ സ്റ്റേഷൻ ഓർ സ്റ്റീമർ ഗാർഡ് ഡസ് നോട്ട് കൗണ്ട് ഫോർ ജോയിനിങ് ടൈം. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ചെന്ന് ഔട്ട് സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു 3 കിലോമീറ്ററൂടെ പോകണം, അല്ലെങ്കിൽ 7 കിലോമീറ്റർ പോകണം, അല്ലെങ്കിൽ 8 കിലോമീറ്റർ പിന്നെ നമ്മൾ ഓട്ടോയിലൊക്കെ പോകേണ്ടി വരും. പക്ഷെ ആ 8 കിലോമീറ്ററിന് നമുക്ക് ജോയിനിങ് അല്ലെങ്കിൽ പിന്നെ വാഹനത്തിൻ്റെ പണം റീഇംബേഴ്സ് ചെയ്യുന്നതല്ല, അത് നമുക്ക് അഡ്മിസിബിൾ അല്ല. 8 കിലോമീറ്റേഴ്സ് എക്സീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അഡ്മിസിബിൾ ആയിട്ട് വരൂ. അത് നിങ്ങൾ അറിയണം. വിത്തിൻ 8 കിലോമീറ്റേഴ്സ് ആണ് ജേണി എങ്കിൽ യു കനോട്ട് ക്ലെയിം എനി എമൗണ്ട്. സൺഡേ ഡസ് നോട്ട് കൗണ്ട് ഫോർ കാൽക്കുലേഷൻസ്. നമ്മൾ ജോയിനിങ് ടൈം കണക്കാക്കുമ്പോൾ സൺഡേ ഒഴിവാക്കിയിട്ടാണ്. ഇപ്പോൾ 6 ദിവസത്തെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞു, അതിനകത്തൊരു സൺഡേ വന്നാൽ അത് നമ്മൾ കണക്കാക്കില്ല. പക്ഷേ സൺഡേസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മാക്സിമം പീരീഡ് ഓഫ് 3 days. മാക്സിമം ജോയിനിങ് ടൈം അർഹതയുള്ളത് 30 ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് സൺഡേയും കൂടെ ചേർത്തിട്ടാണ് ആ 30 ദിവസം കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ റൂൾ 128 ജോയിനിങ് ടൈം ആൻഡ് റൂട്ട് ത്രൂ വിച്ച് യു ഹാവ് ടു ട്രാവൽ. ഏത് വഴി വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ജേണി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെ ആയിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. പല രീതിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്റ്റേഷനിലെത്താൻ വേണമെങ്കിൽ നമുക്ക് വളഞ്ഞ വഴിയിലൂടെയൊക്കെ പോകാം. പക്ഷെ അതൊന്നും ഔദ്യോഗിക ജീവിതത്തിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. So rule 128 joining time and route. The joining time is calculated by the route which travelers ordinarily use. അതായത് സാധാരണ യാത്ര ചെയ്യുന്ന ആ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് ജോയിനിങ് ടൈമിൻ്റെ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. എക്സെപ്ഷൻ ട്രാവൽ ബൈ എയർ. നമ്മൾ പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ ഇഫ് ദ പ്ലേസസ് ആർ കണക്റ്റഡ് ബൈ റെയിൽ then joining time would be admissible for a journey by railway. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് നമ്മൾ പ്ലെയിനിൽ പോയി എന്ന് സങ്കല്പിക്കുക. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ
ജോയിനിങ് ടൈം വുഡ് ബി അഡ്മിസിബിൾ. ആ ജോയിനിങ് ടൈം എന്ന് പറയുന്നത് ഇവിടുന്ന് റോഡ് മാർഗം ട്രെയിൻ മാർഗം അവിടെ എത്തുന്ന ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ടായിരിക്കും സമയം നിശ്ചയിക്കുക. Then rule 129, joining time of an officer who makes overcharge. The joining time of an officer who makes overcharge of post at a place other than his headquarters is calculated from the place at which he makes overcharge. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അയാൾക്ക് മറ്റൊരു സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഓർഡർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എവിടെയാണോ അപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ ലഭിക്കുന്ന സ്റ്റേഷൻ ഏതാണോ അവിടെ നിന്നും ജോയിൻ ചെയ്യേണ്ട ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ജോയിനിങ് ടൈം കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നല്ല, ആക്ച്വലി നിങ്ങൾ ആ സമയത്ത് എവിടെയാണോ ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നോ അവിടുന്ന് പുതിയ ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസിനെ കണക്കാക്കിയിട്ടായിരിക്കും ജോയിനിങ് ടൈം നിശ്ചയിക്കുക. നെക്സ്റ്റ് ഈസ് റൂൾ 130, ജോയിനിങ് ടൈം വൈൽ ഇൻ ട്രാൻസിറ്റ്. അതായത് ഒരു ട്രാൻസ്ഫർ ചെയ്തിട്ട് അയാൾ ട്രാൻസിറ്റിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ലീവ് എടുക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് ജോയിനിങ് ടൈം റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ദ ജോയിനിങ് ടൈം ആൻ ഓഫീസർ അപ്പോയിന്റഡ് ടു എ ന്യൂ പോസ്റ്റ് വൈൽ ഇൻ ട്രാൻസിറ്റ് ബിഗിൻസ് ഓൺ ദ ഡേ ഫോളോയിങ് ദ ഡേ ഓൺ വിച്ച് ഹി റിസീവ്സ് ദി അപ്പോയിന്റിംഗ് ഓർഡർ. അതായത് ജോയിനിങ് ടൈം ഓഫ് ആൻ ഓഫീസർ അപ്പോയിന്റഡ് ടു എ ന്യൂ പോസ്റ്റ്, ഒരു പുതിയ പോസ്റ്റിലേക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്താൽ അയാളുടെ ട്രാൻസിറ്റ് എന്നാ തുടങ്ങുന്നത്? ബിഗിൻസ് ഓൺ ദ ഡേ ഫോളോയിങ് ദ ഡേ ഓൺ വിച്ച് ഹി റിസീവ്സ് ദി ഓർഡർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഓർഡർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് കിട്ടുന്നോ അതിൻ്റെ അടുത്ത ദിവസം മുതലാണ് അയാളുടെ ജോയിനിങ് ടൈം കണക്കാക്കപ്പെടുന്നത്. ദെൻ റൂൾ 131, ജോയിനിങ് ടൈം ആൻഡ് ലീവ് വൈൽ ഇൻ ട്രാൻസിറ്റ്. അതായത് ദ ജോയിനിങ് ടൈം ആൻഡ് ഓഫീസർ ഹു ടേക്സ് ലീവ് വൈൽ ഇൻ ട്രാൻസ്ഫർ. അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിയുമ്പോൾ അയാൾ ലീവ് എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹാൻഡിങ് ഓവർ ചാർജ് ദ പീരിയഡ് ആഫ്റ്റർ സച്ച് ഹാൻഡിങ് ഓവർ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ജോയിനിങ് ടൈം. അതായത് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ലീവ് എടുക്കുകയാണെങ്കിൽ ആ ലീവ് പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ ആണ് അയാളുടെ ജോയിനിങ് ടൈം കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കണം. ദെൻ റൂൾ 132, ജോയിനിങ് ടൈം ആൻഡ് ഏൺ ലീവ്. Joining time in addition to earned leave is admissible to an officer appointed to a new post while on earned leave. ഒരു ഏൺ ലീവിൽ ഇരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഏൺ ലീവ് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏൺ ലീവ് എടുക്കാം. അതിനോട് ചേർന്ന് തന്നെ ജോയിനിങ് ടൈമിനും എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. ഇഫ് ഹീസ് ഷോർട്ട് അവൈലിംഗ് ദ പീരീഡ് ഓഫ് ഏൺ ലീവ്. ഇപ്പോൾ ഏൺ ലീവ് അയാൾ 30 ദിവസം എടുത്തു, പക്ഷേ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അയാൾ 20 days ആണ് വെച്ചിട്ട് അയാൾ ലീവ് ഒതുക്കുകയാണ്. അത് 20 ദിവസം അവൈൽ ചെയ്യുന്നു, ബാക്കി അയാൾ ക്യാൻസൽ ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ദ പീരീഡ് ഓഫ് ഏൺ ലീവ് പ്ലസ് ജോയിനിങ് ടൈം, ആ 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ജോയിനിങ് ടൈമിന് കണക്കാക്കുന്നത് ആദ്യം ലീവും പിന്നെ ജോയിനിങ് ടൈമാണ് എന്ന് അറിയുക. പ്ലസ് ജോയിനിങ് ടൈം. ദെൻ ദ പീരീഡ് ഷോർട്ട് ടേക്കൺ ഈസ് കൺസിഡർഡ് ആസ് ലീവ് നോട്ട് എൻജോയ്ഡ് ആൻഡ് ദ പോർഷൻ ഓഫ് ലീവ് ക്യാൻസൽ. ആ 10 ദിവസം അദ്ദേഹം എൻജോയ് ചെയ്യാത്ത ലീവാണെന്ന് കണക്കാക്കുകയും അത് ക്യാൻസൽ ചെയ്ത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് ക്രെഡിറ്റിൽ വരികയും ചെയ്യും. അപ്പോൾ 30 ദിവസത്തെ ലീവ് ആണെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നുവെങ്കിൽ 20 ദിവസം എടുക്കുക, ബാക്കി 10 ദിവസം ക്യാൻസൽ ചെയ്യും. ആ 20 ദിവസം കഴിഞ്ഞിട്ട് ജോയിനിങ് ടൈം കണക്കാക്കും. ഇതാണ് ഏൺ ലീവും ജോയിനിങ് ടൈമും കൂടെയുള്ള റൂള്. അടുത്ത റൂൾ 133, ഡിസ്ക്രിഷൻ ഓഫ് ഗവൺമെൻറ്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിഷന്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വിധേയമായിട്ടാണ് ലീവും ജോയിനിങ് ടൈം എല്ലാം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ദ ഗവൺമെൻറ് മേ എക്സ്റ്റെൻഡ് ദ ജോയിനിങ് ടൈം അഡ്മിസിബിൾ പ്രൊവൈഡഡ് ദി ജനറൽ സ്പിരിറ്റ് ഓഫ് ദി റൂൾ ഈസ് ഒബ്സർവ്. ഗവൺമെൻറ് നിശ്ചയിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് അയാളുടെ ജോയിനിങ് ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. റൂൾ 134, കണ്ടീഷൻസ് ഓഫ് എക്സ്റ്റെൻഡിങ് ജോയിനിങ് ടൈം. ദ ജോയിനിങ് ടൈം മേ ബി എക്സ്റ്റെൻഡഡ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സാഹചര്യം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. വെൻ ദി ഓഫീസർ ഹാസ് ബീൻ അൺഎബിൾ ടു യൂസ് ദി ഓർഡിനറി മോഡ് ഓഫ് ട്രാവലിംഗ്. അതായത് അദ്ദേഹത്തിന് സാധാരണ രീതിയിലുള്ള യാത്രാ സൗകര്യം ലഭ്യമാകുന്നില്ല എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുന്ന സമയത്ത്
രണ്ട്, വെൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് നെസസറിലി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് പൊതു താല്പര്യത്തിന് വിധേയമായിട്ട് അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടാൽ. സി, വെൻ ദ റൂൾസ് ഹാവ് ഓപ്പറേറ്റഡ് ഹാർഷ്ലി, അതായത് ഇപ്പോൾ റൂള് പറയുന്നത് ഇത്രയാണ്, പക്ഷേ അയാളൊരു കപ്പൽ മാർഗം യാത്ര ചെയ്യാനായിട്ട് വരുന്നു, പക്ഷേ അവിടെ സ്റ്റീമർ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ കപ്പൽ അവൈലബിൾ അല്ല, ബിയോണ്ട് ഹിസ് കൺട്രോളാണ് ആ സാഹചര്യങ്ങളൊക്കെ. ആ ഉദ്യോഗസ്ഥന് നിയന്ത്രിക്കാൻ അപ്പുറത്തുള്ള സാഹചര്യങ്ങൾ. ഇപ്പം നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യാനായിട്ട് എയർപോർട്ടിൽ ചെല്ലുന്നു, പക്ഷേ പ്ലെയിന് 6 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെയൊക്കെ കമ്പൽസറി സ്റ്റേ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിന് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിശ്ചയമനുസരിച്ച് ജോയിനിങ് ടൈം വേരി ചെയ്യാവുന്നതാണ്. The joining time an officer transferred to the administrative control of another government having its own rules on joining time, his joining time both ways will be governed by those rules. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് മറ്റൊരു ഗവൺമെൻറ്റിലേക്കാണ് ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ റൂൾ 135 അനുസരിച്ചിട്ട് അയാൾ ഏത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഗവൺമെൻറ്റിന് ജോയിനിങ് ടൈമിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായെങ്കിൽ ആ റൂളായിരിക്കും അദ്ദേഹത്തിന് ബാധകമായിട്ട് വരിക. അടുത്ത റൂൾ 136 ആണ് ജോയിനിങ് ടൈം പേ. ഈ ജോയിനിങ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ പേ എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്നാണ്. ആൻ ഓഫീസർ ഓൺ ജോയിനിങ് ടൈം ഈസ് റിഗാർഡഡ് ആസ് ഓൺ ഡ്യൂട്ടി. ജോയിനിങ് ടൈം എന്ന് പറയുന്നത് ഏത് പർപ്പസിനും സർവീസ് കണ്ടീഷൻസ് അനുസരിച്ച് അത് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പീരീഡാണ്. And he is entitled to pay which he would have drawn in the old post or will draw in the new post whichever is less. ഇപ്പോൾ ഒരാളിനെ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ അദ്ദേഹം ഒന്നുകിൽ അദ്ദേഹത്തിന് പേ കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ടിരുന്ന പേ കൊടുക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നിടത്ത പേ എത്രയാണോ ഇതിലേതാണോ കുറവ് ആ പേ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ജോയിനിങ് പേ ആയിട്ട് നിശ്ചയിക്കുക. ആൻഡ് ഈഫ് ഓൺ ജോയിനിങ് ടൈം വെൻ റിട്ടേണിംഗ് ഫ്രം LWA ആൻഡ് അതർ ദാൻ 14 days LWA ഗ്രാൻഡഡ് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് അതർ ലീവ് നോ പേയ്മെൻറ്റ് അറ്റ് ഓൾ. അതായത് ഒരു LWA കഴിഞ്ഞിട്ടാണ് ഒരാൾ വന്ന് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാരണം ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ആ പീരീഡ്, അതുകൊണ്ട് ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി പേ ഡ്യൂറിങ് ദി ട്രാൻസിറ്റ് പീരീഡ്. ആൻഡ് ഓൺ ഫോർ ലീവ് ഓഫ് എനി അതർ കൈൻഡ് ലീവ് സാലറി ഹി ലാസ്റ്റ് ട്രൂ. മറ്റ് ലീവിൽ നിന്നാണ് LW ഒഴികെ ബാക്കി ഏതെങ്കിലും ലീവിൽ നിന്നാണ് അദ്ദേഹം ജോയിനിങ് ടൈം അവൈൽ ചെയ്യുന്നതെങ്കിൽ ആ വാങ്ങിക്കൊണ്ടിരുന്ന ലീവ് സാലറിയുടെ അതേ റേറ്റിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സാലറി ഫിക്സ് ചെയ്യുക. Then an officer on transfer is not entitled to be paid while on joining time unless his transfer is made in public interest. ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമമാണ്. അതായത് ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് റിക്വസ്റ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ഒന്ന് പബ്ലിക് ഇൻട്രസ്റ്റിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്. ഈ ജോയിനിങ് ടൈം നമ്മൾ ഇതേവരെ പറഞ്ഞ റൂളുകളെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് only if it is in public interest. ഗവൺമെൻറ്റിൻ്റെ പൊതുവായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ. ചിലർ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സാഹചര്യം അനുസരിച്ചോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ചോ ഒക്കെ റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാറുണ്ട്. അങ്ങനെ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ ഈ പറഞ്ഞ ജോയിനിങ് ടൈമിനൊന്നിനും എലിജിബിലിറ്റി ഇല്ല. പക്ഷേ an officer on transfer is entitled to be paid while on joining unless his transfer is made in public interest. In cases of transfer on request, he will be paid at the rate admissible for joining a new post. അതായത് പുതിയ പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കൃത്യമായ സമയം അദ്ദേഹത്തിന് ആ ട്രാവൽ ടൈം മാത്രമേ ജോയിനിങ് ടൈമായിട്ട് അഡ്മിസിബിൾ ആയിട്ടുള്ളൂ. ഇഫ് ദ ഡേ ഹി ഹാസ് ടു ജോയിൻ ഈസ് ഡിക്ലെയർഡ് എ ഹോളിഡേ and he is entitled to pay and allowances on that day also. പക്ഷേ അയാൾ അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യേണ്ട, ഒരു ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യേണ്ട ദിവസം ഒരു ഹോളിഡേ ആണെങ്കിൽ ആ ഹോളിഡേയും കഴിഞ്ഞിട്ട് അയാൾ ജോയിൻ ചെയ്താൽ മതിയാവും. ആൻഡ് ആ ദിവസം ഹി ഈസ് എലിജിബിൾ ഫോർ പേ ആൻഡ് അലവൻസസ് ഓഫ് ദാറ്റ് ഡേ ഓൾസോ. അന്നത്തെയും അയാൾക്ക് സാധാരണ രീതിയിലുള്ള പേയും അലവൻസസും കൊടുക്കാൻ പറ്റും.
അടുത്ത റൂൾ 137, വിൽഫുൾ ആബ്സെൻസ് ഡ്യൂറിങ് ജോയിനിങ് ടൈം. ജോയിനിങ് ടൈം കഴിഞ്ഞിട്ട് അയാൾ മനഃപൂർവ്വമായിട്ട് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പറ്റും? വിൽഫുൾ ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ജോയിനിങ് ടൈം ഈസ് ട്രീറ്റഡ് ആസ് മിസ്ബിഹേവിയർ. അത് കോഡ് ഓഫ് കോണ്ടക്റ്റിന് വിരുദ്ധമാണ്, അത് മിസ്ബിഹേവിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ആൻഡ് റൂൾ 138, ജോയിനിങ് ടൈം ഫോർ ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ഫ്രം പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ്. ഒരു പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റിലിരിക്കുന്ന ഒരാളിനെ ഗവൺമെൻറ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. എ പേഴ്സൺ ഇൻ പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ് ഓർ ഓൺ ലീവ് ഇൻ സച്ച് എംപ്ലോയ്മെൻറ്റ് വെൻ അപ്പോയിൻറ്റഡ് ടു ഗവൺമെൻറ് സർവീസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തെ ഗവൺമെൻറ് സർവീസിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ജോയിനിങ് ടൈം പേ ഹി വുഡ് ഹാവ് ഡ്രോൺ ഇൻ പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റിലിരിക്കുന്ന സമയത്ത് പേ എത്രയാണോ ഒന്നുകിൽ അത് ഓർ വിൽ ഡ്രോ ഇൻ ഗവൺമെൻറ് പോസ്റ്റ്, അല്ലെങ്കിൽ പുതിയ പോസ്റ്റിൽ ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ എത്രയാണോ അയാളുടെ ശമ്പളം അതിൽ തമ്മിൽ കുറവ് ഏതാണോ ആ സാലറി ആയിരിക്കും അയാൾക്ക് എലിജിബിൾ ആയിട്ട് ഉള്ളത്. അടുത്തത് നമ്മൾ ഇതേവരെ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കുക. ഞാൻ പറയാം. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 1. An officer has been relieved from station A on 4/9/2020, that is Friday afternoon, to join station B, which is 570 kilometers away, and he performed the journey as follows: a rail journey 510 kilometers, a road by bus 55 kilometers, auto 5 kilometers, 6/9/20 and 13/9/20 were Sundays, 10/9/2020 and 12/9/2020 were holidays. ഇതാണ് അതിൻ്റെ ഡേറ്റ. ആൻഡ് വെൻ ഷുഡ് ഹി ജോയിൻ ദ ന്യൂ ഓഫീസ്? ഈ സാഹചര്യത്തിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള ജോയിനിങ് ടൈം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അത് ഞാനിവിടെ പറയാം. ജോയിനിങ് ടൈം ഫോർ റെയിൽ ജേർണി, യു നോ ദാറ്റ് 510 കിലോമീറ്റേഴ്സ് ആണ് അയാൾ യാത്ര ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 500 കിലോമീറ്റേഴ്സിന് ഒരു ദിവസവും അടുത്ത 10 കിലോമീറ്ററിന് ഓർ എ പാർട്ട് ദെയർ ഓഫ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് 2 ദിവസത്തെ എലിജിബിലിറ്റി ഉണ്ട്. സോ ഫോർ റെയിൽ ജേർണി 2 days. റോഡിലൂടെ അയാൾ സഞ്ചരിക്കുന്നത് 55 കിലോമീറ്റേഴ്സ് ആണ്. 150 കിലോമീറ്റേഴ്സ് വരെ അയാൾക്ക് ഒരു ദിവസത്തെ ജോയിനിങ് ടൈമിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ 55 ആയതുകൊണ്ട് ഒരു ദിവസം, സോ 1 day. ദെൻ റോഡ് ഓട്ടോയിൽ അയാൾ പോകുന്നുണ്ട്, അത് പക്ഷേ 5 കിലോമീറ്റേഴ്സേ ഉള്ളൂ. കാരണം 8 കിലോമീറ്റേഴ്സ് അതിന് താഴെയാണെങ്കിൽ ഒരു ജോയിനിങ് ടൈമിനും എലിജിബിലിറ്റി ഇല്ല. സോ ഒന്നും കിട്ടില്ല. ദെൻ പ്രിപ്പറേഷൻ ടൈം ആസ് യൂഷ്വലി യു നോ ഇറ്റ് ഈസ് 6 days. ഏത് കേസിലും പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് 6 ദിവസമാണ്. ഇനി ഇൻ്റർവീനിങ് സൺഡേയ്സ് ഉണ്ട്. ഇതിനിടയ്ക്ക് 2 സൺഡേയ്സ് വരുന്നുണ്ട്, അത് 2 days വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ജോയിനിങ് ടൈം എന്ന് പറയുന്നത് 11 days ആണ്. ആ അർത്ഥത്തിൽ ഓൺ എക്സ്പയറി ഓഫ് ദി ജോയിനിങ് ടൈം ഹി ഷുഡ് ജോയിൻ ഓൺ 16/9/2020 അദ്ദേഹം ഓഫീസിൽ തിരികെ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ജോയിനിങ് ടൈം പ്രായോഗികമായിട്ട് കണക്കാക്കുന്നത്. Another example, an undersecretary in government secretariat, Thiruvananthapuram, was posted as finance officer in the collectorate Kannur, and he handed over charge on the forenoon of 11/2/2020 Monday. When should he join the new post? അങ്ങനെയാണെങ്കിൽ എന്നാണ് അദ്ദേഹം കണ്ണൂര് ജോയിൻ ചെയ്യേണ്ടത്? നോട്ട് ദാറ്റ് 21/2/2020 was a public holiday, and the rail distance from Trivandrum to Kannur is, as you know, 504 kilometers. അവിടെ നിന്ന് അദ്ദേഹത്തിന് റോഡ് ഡിസ്റ്റൻസ് ഓട്ടോയിൽ പോകേണ്ടി വന്നു 9 കിലോമീറ്റർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ജോയിനിങ് ടൈം കണക്കാക്കുന്നതെന്ന്. പ്രിപ്പറേഷൻ ഡേയ്സ് 6 days ആണ്. റെയിൽ ഡിസ്റ്റൻസ് 504 കിലോമീറ്റർ ആണ്. 500 കഴിഞ്ഞ 1 കിലോമീറ്റർ ആയാൽ പോലും ഒരു ദിവസം കൂടി അദ്ദേഹത്തിന് അഡ്മിസിബിൾ ആണ്. അപ്പോൾ 504 കിലോമീറ്ററിന് 2 days എലിജിബിലിറ്റി ഉണ്ട്. ദെൻ റോഡ് ഓട്ടോയാണ്, ഒരു ദിവസം കിട്ടും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് 9 കിലോമീറ്റേഴ്സ് ഉണ്ട്. എക്സീഡിങ് 8 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ഒരു ദിവസത്തെ അഡ്മിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു സൺഡേ ആണ് ഇൻ്റർവീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആകെ 10 days ആണ്. അപ്പോൾ 10 days കഴിഞ്ഞിട്ട് അദ്ദേഹം ചാർജ് വിട്ടത് 11/2/2020
മൺഡേ ഫോർനൂൺ ആണ്. അതുകൊണ്ട് മൺഡേ കൂടി കണക്കാക്കണം. അപ്പോൾ 11/2 വെച്ചിട്ട് 10 ഡേയ്സ് കൂടെ കണക്കാക്കുമ്പോൾ ഹി ഷുഡ് ഹാവ് ജോയിൻഡ് ഡ്യൂട്ടി ഓൺ 21/2/2020. 21-ാം തീയതി ജോയിൻ ചെയ്യണമായിരുന്നു. ബട്ട് ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് 21st വാസ് എ ഹോളിഡേ. അങ്ങനെ വരുമ്പോൾ അതും കഴിഞ്ഞിട്ട് മാത്രം അദ്ദേഹം ജോയിൻ ചെയ്താൽ മതി. സോ ഹിയർ ദി ആക്ച്വൽ ജോയിനിങ് ഡേ ഈസ് 22/2/2020. അപ്പോൾ ഇവിടെ എല്ലാം നിയമങ്ങളുടെ പ്രാബല്യം ഉണ്ട്. എങ്ങനെയാണ് ആ നിയമങ്ങൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നതെന്ന് അറിയുക. ഇതോടുകൂടി നമ്മുടെ ജോയിനിങ് ടൈം റൂൾസിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിത് വളരെ കൃത്യമായിട്ട് അറിയുക. കാരണം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതുപോലുള്ള റൂൾസ് ഓഫീസിൽ നേരിടേണ്ടി വരും. പരീക്ഷയ്ക്കും ഇത് ഉപകരിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, ലോവറുകാർക്കും ഹയറുകാർക്കും എക്സിക്യൂട്ടീവിനും എല്ലാം ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. കാരണം റൂള് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരുന്നതിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.